ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്തവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മ നിറവ് എങ്ങനെ കൈവരുത്താം എന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് പരിശുദ്ധാത്മ നിറവ് എങ്ങനെ കൈവരുത്താം. അതിനായിട്ട് നമ്മുടെ ഹൃദയം നേരുള്ളതായിരിക്കണം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം നേരുള്ളത് ആയിരിക്കണം. അപ്പോസ്തല പ്രവൃത്തികൾ 8:21 പ്രകാരം പറയുന്നു, നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായതുകൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയും ഇല്ല എന്ന് പത്രോസ് ശ്ലീഹ ശീമോൻ എന്ന വ്യക്തിയോട് പറയുന്നതായി നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. കാരണം അവനിൽ പരിശുദ്ധാത്മാവ് വന്നത് കണ്ടിട്ട് ശീമോൻ പത്രോസ് ശ്ലീഹായ്ക്ക് ദ്രവ്യം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതായി നാം ഇവിടെ കാണുന്നു. എന്നാൽ ശമരിയയിലെ ആഭിചാരകനായ ഈ ശീമോൻ മാനസാന്തരപ്പെട്ടു, സ്നാനമേറ്റു, സഭയുടെ അംഗമായി. എന്നാൽ അവന് പരിശുദ്ധാത്മ നിറവ് ഉണ്ടായില്ല. ഇവിടെ ദാവീദിൻ്റെ പ്രാർത്ഥന വളരെ പ്രസക്തമാണ്. സങ്കീർത്തനങ്ങൾ 51:10. ദൈവം നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ചു, സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. പെന്തക്കോസ്ത് നാളിൽ പത്രോസ് ശ്ലീഹ ജനങ്ങളോട് പറഞ്ഞത് അപ്പോസ്തല പ്രവൃത്തികൾ 2:38 പ്രകാരം പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും എന്ന് പറയുന്നു. നമ്മുടെ പാപങ്ങളെ മനസ്സിലാക്കി ദൈവ തിരുമുമ്പാകെ ഏറ്റുപറയുക എന്നതിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവാഹം നമ്മിലേക്ക് കടന്നു വരും. ഉദാഹരണത്തിനായി, ഭവനത്തിൽ വാട്ടർ ടാങ്കിൽ വെള്ളം ഉണ്ടായിട്ടും ടാപ്പിലൂടെ വെള്ളം കടന്നു വരുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ടാപ്പിൽ എന്തോ കുഴപ്പമുണ്ടായി എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ആ ടാപ്പ് നമ്മൾ ശരിയാക്കുന്നത് പോലെ നമ്മിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ പ്രവൃത്തിയിലോ നമ്മുടെ ചിന്തയിലോ എന്തോ കുഴപ്പമുണ്ട് എന്ന് മനസ്സിലാക്കി അത് നമ്മൾ തിരുത്തുന്നുവെങ്കിൽ ആ പരിശുദ്ധാത്മദാനം നമ്മിലേക്ക് ഉണ്ടാകും എന്ന് മാത്രമല്ല, ആ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആത്മ നിറവിലുള്ള അഭിവാഞ്ച ഉണ്ടാകണം. അതായത് ആത്മ നിറവിലുള്ള അഭിവാഞ്ച ഉണ്ടാകണം. പരിശുദ്ധാത്മ നിറവിനെ പറ്റി ഒരവശ്യ ബോധം നമ്മിൽ ഉണ്ടാകണം. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്നവനാണ് ദൈവം എന്ന് നമ്മൾ മനസ്സിലാക്കി അതിന് പ്രകാരം പ്രവർത്തിച്ചാൽ മതിയാകും. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കാത്തിരുന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. ആത്മാവ് ദൈവത്തിൻ്റെ വിലയേറിയ ദാനമാണ്. അത് നാം ദൈവത്തോട് അപേക്ഷിച്ച് പ്രാപിക്കേണ്ടതാകുന്നു. യജമാനനെ, ആ വെള്ളം എനിക്ക് തരയണമെന്ന് ശമരിയ സ്ത്രീ അപേക്ഷിച്ചതുപോലെ ആത്മാർത്ഥമായ ആഗ്രഹത്തിൽ നാം അപേക്ഷിക്കണം. യോഹന്നാൻ ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷം 4:15 വാക്യത്തിൽ പ്രകാരം പറയുന്നു. അതാണ് നമ്മളിപ്പം വായിച്ച് കേട്ടത്. ലൂക്കോസ് എവൻഗേലിസ്തയുടെ സുവിശേഷം 11:13 പറയുന്നത്, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ തിരുവചനം നമ്മൾ ഓരോരുത്തരും മനസ്സിൽ ഗ്രഹിക്കേണ്ടതുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 4:31 പ്രകാരം പറയുന്നു, അപ്പോസ്തല സമൂഹം യെരൂശലേമിൽ നിന്നും വിട്ടുപോകാതെ കർത്തൃ നിയോഗപ്രകാരം ഏകാത്മാവിൽ ഏകമനസ്സോടെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവർക്ക് ദാനമായ പരിശുദ്ധാത്മാവ് ലഭിച്ചത് എന്ന്. അതോടുകൂടി അവർ ഇരുന്നതായ സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. എബ്രായർ 11:1 പ്രകാരം പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം ആകുന്നു എന്ന്. സ്വർഗാരോഹണത്തിന് ശേഷമുള്ള ആ 10 ദിവസങ്ങൾ നാം കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളായി ആചരിക്കുന്നു. അതിലൂടെ നാം ആത്മാവിനെ പ്രാപിപ്പാൻ യോഗ്യത ഉള്ളവർ ആകണം. അങ്ങനെ അതിനാകണമെന്നുണ്ടെങ്കിൽ നാം അതിനുവേണ്ടി തയ്യാറാകണം. നമ്മുടെ കാത്തിരിപ്പ് ആ പരിശുദ്ധാത്മാവ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കണം. അപ്പോസ്തല പ്രവൃത്തികൾ 5:32 ദൈവം തന്നെ അനുസരിച്ചവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുത്തു, ദൈവത്തെ അനുസരിക്കാത്തവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആവാസം ഉണ്ടാകുകയില്ല.
നാം യേശുവിനെ പോലെ അനുസരണമുള്ളവരായിരുന്നാൽ മാത്രമേ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് കടന്നു വരികയുള്ളൂ. സ്വന്തം ഇഷ്ടം മാറ്റിവെച്ച് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനായിരുന്നു യേശു എപ്പോഴും ശ്രമിച്ചത്. അതുപോലെ നമുക്ക് നമ്മുടെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ പ്രാർത്ഥനയിലൂടെ നല്ല പ്രവൃത്തിയിലൂടെ പരിശ്രമിക്കാം. അതിനായിട്ട് കണ്ണുകളടച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ മാനുഷിക കുറവുകളെ മറന്ന് നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് പകരണമേ. ഞങ്ങൾ മഹാഭാവികളാണ് എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളോട് കരുണ തോന്നണമേ. പരിശുദ്ധാത്മാവിൻ്റെ ആവാസം ഞങ്ങളിൽ പകരണമേ. ഞങ്ങളുടെ പാപചിന്തകളെ ഞങ്ങളിൽ നിന്നും നീക്കണമേ. നിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ സംഗതിയാക്കണമേ. ഞങ്ങളുടെ ഹൃദയം നേരുള്ളതായിരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മനിറവിലുള്ള അഭിവാഞ്ച ഞങ്ങളിൽ നിറയ്ക്കണമേ. കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നതിനുള്ള ധൈര്യവും മനസ്സും ഞങ്ങൾക്ക് തരണമേ. നിന്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകണമേ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും നിന്നെ സ്തുതിക്കുവാൻ സംഗതിയാകണമേ. ഞങ്ങളുടെ ഈ എളിയ പ്രാർത്ഥന ശിമ്യോന്റെയും ഹന്നായുടെയും പ്രാർത്ഥനകളെ സ്വീകരിച്ചതുപോലെ നീ കൈക്കൊള്ളണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ആമീൻ. കർത്താവിൽ പ്രിയ വിശ്വാസിനികളുടെ സമൂഹമേ, ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിച്ച് പരിശുദ്ധാത്മ നിറവ് നമ്മിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നാം അവന് വേണ്ടി കാത്തിരിക്കുകയും എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുകയും നല്ല സൽപ്രവൃത്തികൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അതിന് ഇടയാകും എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.